സ്വയംഭോഗത്തെ സംബന്ധിച്ച് അതൊരു നിസ്സാര സംഗതിയായിട്ട് കാണുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഒരാൾ തൻ്റെ തന്നെ കൈകൾ ഉപയോഗപ്പെടുത്തിയിട്ടോ മറ്റേതെങ്കിലും ഉപകരണങ്ങളുടെയോ വസ്തുക്കളുടെയോ സഹായത്താലോ ഒക്കെ തൻ്റെതായ ലൈംഗികമായ വികാരത്തെ ശമിപ്പിക്കുന്നതിനാണല്ലോ സ്വയംഭോഗം എന്ന് പറയുന്നത്. സ്വയം ഒരാളത് ചെയ്യുമ്പോഴാണ് അത് തെറ്റായി മാറുന്നത്. അതേ അവസരത്തിൽ തനിക്ക് ഹലാലായ തൻ്റെ ഇണ മുഖേനയാണ് തൻ്റെ വൈകാരികമായ ഉത്തേജനം സാധ്യമാകുന്നതെങ്കിൽ അത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ബാഹ്യമായ കേളികളിലേ ഉൾപ്പെടുന്നുള്ളൂ. അത് ഹറാമായ സ്വയംഭോഗത്തിൽ ഉൾപ്പെടുന്നില്ല. ഇത് കൃത്യമായി തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, മുഅ്മിനീങ്ങളുടെ ഗുണം പറഞ്ഞിടത്ത് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരുടെ കുറേ ഗുണങ്ങൾ പറയണം, മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ. ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, മആരിജിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ ഗുണഗണങ്ങൾ വിശദീകരിക്കുമ്പോൾ അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവർക്ക് അനുവദിക്കപ്പെട്ടവരിലല്ലാതെ അവരത് ഉപയോഗപ്പെടുത്തുകയില്ല. അവർക്ക് അനുവദിക്കപ്പെട്ട വിഹിതമായ മാർഗത്തിലൂടെ മാത്രമേ അവരുടെ ലൈംഗികമായ മോഹങ്ങളെ അവർ ശമിപ്പിക്കുകയുള്ളൂ. അല്ലാത്തതിൽ നിന്നൊക്കെ അവർ വിട്ടുനിൽക്കും. ഫഇന്നഹും ഗൈറു മലൂമീൻ. അങ്ങനെയുള്ള ആ പ്രവൃത്തി, ആ സൂക്ഷ്മത അവർ കാണിക്കുന്നത് കൊണ്ട് അവർ ആക്ഷേപിക്കപ്പെടുന്നവരല്ല. അതേ അവസരത്തിൽ ഫമൻ ഇബ്തഗാ, ആരെങ്കിലും തേടിയാൽ, ആഗ്രഹിച്ചാൽ, വറാഅ ദാലിക, ഈ വിഹിതമായ മാർഗം വിട്ടുകൊണ്ടുള്ള ഏത് മാർഗം ഒരാൾ സ്വീകരിച്ചാലും ഫഉലൈക ഹുമുൽ ആദൂൻ, അക്കൂട്ടർ തന്നെയാണ് അതിര് കവിഞ്ഞവർ. അത് അതിര് കവിച്ചലാണ്. വിഹിതമായ മാർഗം വിട്ടുകൊണ്ടുള്ള ഏത് അവിഹിത മാർഗങ്ങളും അതിര് വിട്ടത് തന്നെയാണ്. അതുകൊണ്ട് വിവാഹം സാധിക്കാത്ത ആളുകളോട് പോലും നിങ്ങൾ സ്വയംഭോഗത്തിലൂടെ ആശ്വാസം കണ്ടെത്തിക്കോളൂ എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അവരോട് പറഞ്ഞതെന്താണ്? അവർ കാത്തു നിൽക്കട്ടെ എന്നാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാമ്പത്തികമായി ഒട്ടുമില്ല. അങ്ങനെയുള്ളവരോട് എന്താ പറഞ്ഞത്? നിങ്ങളെ വികാരം ശമിപ്പിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് പരിശുദ്ധി പാലിക്കട്ടെ, അവരുടെ ആ ശുദ്ധി അവർ നിലനിർത്തട്ടെ. ആര്? അല്ലദീന ലാ യജിദൂന നിക്കാഹൻ, വിവാഹത്തിന് സാധ്യമാകാത്തവരോടും പറഞ്ഞത് അവര് പരിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കട്ടെ. ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് കൊടുത്തിട്ട് അവർക്ക് ഐശ്വര്യം നൽകുന്നത് വരെ, അവർക്ക് കഴിവെത്തുന്നത് വരെ അവർ ആത്മസംയമനം പാലിക്കുകയാണ് വേണ്ടത്. എന്നാലും ഈ ബാഹ്യമായ പ്രവൃത്തികളിലേക്ക് പോകാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. ഹറാമാണ്. നമ്മളെ സമൂഹം അതൊന്നും മനസ്സിലാക്കിയിട്ട് സമൂഹം പറയുന്നത് അതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമല്ല എന്നുള്ള നിലക്ക് സമൂഹത്തിൽ പ്രചാരം നേടി വരികയാണ്. അതൊന്നും ഒരു ഹറാമല്ല എന്നിടത്തേക്കാണ് ആളുകളുടെ ചിന്തകളും സംസാരങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും പാടില്ല എന്നുള്ളതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ, നല്ല യുവാക്കളായിരിക്കാൻ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഏതാണ്ടൊക്കെ ഫുഖറാ ആണ്, ദരിദ്രന്മാരാണ്, കഴിവൊന്നുമില്ല, ഒരു മഹർ കൊടുക്കാനോ ഒന്നിനും കഴിവൊന്നുമില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ അനുഭവം പറയണം. ആ അവസരത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഞങ്ങളോട് പറയാണ്, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽബസരി വഅഹ്സനു ലിൽഫർജി വമൻ ലം യസ്തതി' ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ. ബുഖാരി മുസ്ലിം എന്നിവരുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അന്നേരം റസൂൽ വിളിക്കണോ, യുവാക്കളെ, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങൾ ഈ വിവാഹത്തിന് സാധ്യതയുള്ള ആളുകൾ, അതിന് കഴിവുള്ള ആളുകളൊക്കെ ഫല്യതസവ്വജ്, വിവാഹം കഴിക്കട്ടെ, വൈകണ്ട വിവാഹം കഴിക്കട്ടെ. ഫഇന്നഹു, അതാണ് അഗദ്ദു ലിൽ ബസർ, ഒരു പുരുഷന് ഒരാൾക്ക് അയാളുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലത്, ദൃഷ്ടികൾ താഴ്ത്താൻ ഏറ്റവും നല്ലത് വേഗം വിവാഹം കഴിക്കലാണ്. വഅഹ്സനു ലിൽ ഫർജി, തൻ്റെ ലൈംഗികാവയവത്തിൻ്റെ പരിശുദ്ധി നിലനിർത്താനും വേഗം വിവാഹം കഴിക്കുകയാണ് വേണ്ടത്. അതാണ് ചെയ്യേണ്ടത്.
വമല്ലം യസ്തതി, ഒരാൾക്കതിന് സാധ്യമല്ലെങ്കിൽ മറ്റു ബാഹ്യ പ്രവർത്തനങ്ങളിലേക്ക് പൊയ്ക്കോളൂ എന്ന് അവിടെയും അള്ളാന്റെ റസൂൽ ഇളവ് തന്നിട്ടില്ല. അവിടെ എന്താ പറഞ്ഞത്? വമല്ലം യസ്തതി, സാധ്യമാകുന്നില്ലെങ്കിൽ ഫഅലൈഹി ബിസ്സൗം, അയാൾ നോമ്പെടുക്കട്ടെ. ഫഇന്നഹു ലഹു വിജാ, അത് അയാൾക്കുള്ള പരിചയാണ്. തെറ്റുകളിൽ നിന്ന്, ദുഷിച്ച ചിന്തകളിൽ നിന്ന് അയാളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുവാനുള്ള ഒരു മാർഗമാണത്. ധാരാളമായി സുന്നത്ത് നോമ്പെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവസമൂഹത്തോട് പറയാം. പക്ഷേ ഇതൊക്കെയാണ് ഇത്ര ഗൗരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ ഇതിങ്ങനെ പ്രചരിക്കാൻ എന്താ കാരണം? ഒന്ന്, ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് തന്നെയാണ്. മനുഷ്യ മനസ്സിൽ ശക്തമായ ഈമാനിലൂടെയും അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യമാക്കിക്കൊണ്ടും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടുമുള്ള ഒരു തീവ്രമായ ശ്രമത്തിലൂടെ മാത്രമേ ലൈംഗിക വികാരത്തെ അവിഹിത മാർഗങ്ങളിൽ നിന്ന് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. അത് കമ്മിയാകുന്നിടത്ത് ഇത്തരം എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രചാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മാർഗം എന്താണ്? റബ്ബിനെക്കുറിച്ചുള്ള പേടി അത് മനസ്സിൽ നിലനിർത്തുകയും ആ ഒരു ദൃഢമായ വിശ്വാസം നിലനിർത്തുകയും മാത്രമാണ് വഴി. മറ്റൊരു കാരണമായിട്ടുണ്ടായാലെന്താണ്? വിവാഹം വൈകിപ്പിക്കുകയാണ് പല ചെറുപ്പക്കാരും. കാരണങ്ങൾ പലത് പറഞ്ഞുകൊണ്ട് വിവാഹത്തെ വൈകിപ്പിക്കുകയാണ്. ശർഈയായ അള്ളാഹു നിർണയിച്ച കൃത്യമായ കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ വിവാഹം വൈകിപ്പിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ടല്ല യുവസമൂഹത്തോട് പറഞ്ഞത്, വിവാഹത്തിനുള്ള പ്രായം എത്തിക്കഴിഞ്ഞതിന്, നിങ്ങൾക്ക് ശേഷി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ വിവാഹം കഴിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് കുറേ ഇങ്ങനെ നീട്ടിടും. നമ്മളെ സമൂഹത്തിൽ പറയും പെങ്ങൾ അത് കഴിഞ്ഞിട്ടില്ല, അവിടെ പെങ്ങളുണ്ട്, മറ്റേതൊക്കെ പറയും, ഇങ്ങനെ നീട്ടിടും. പിന്നെ ഇവൻ എന്ത് ചെയ്യും? ഇവൻ തെറ്റുകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മനുഷ്യനല്ലേ, മാനുഷികമായ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകൂലേ? അപ്പോൾ വിവാഹം എത്രയും നേരത്തെ നടത്തണം എന്നാണ് ഇസ്ലാം പറയുന്നത്. വൈകിപ്പിക്കരുത്, കാരണങ്ങളില്ലാതെ വൈകിപ്പിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കാരണങ്ങളല്ല, അതിന് ശർഈ അനുവദിക്കുന്ന കാരണങ്ങളാണ്. ശർഈ അനുവദിക്കുന്ന കാരണങ്ങളാണ്. അങ്ങനെ വൈകിപ്പിക്കുന്നത് മുഖേന ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ ദൃഷ്ടി നിയന്ത്രിക്കാൻ സാധിക്കായ്മയാണ് മറ്റൊരു ഈ തിന്മ വ്യാപകമാകാനുണ്ടായ മറ്റൊരു കാരണങ്ങൾ. കാരണം മനുഷ്യന്മാർ അവൻ്റെ ലൈംഗികമായ വികാരത്തെ ഉത്തേജിപ്പിക്കുന്ന ചലച്ചിത്രങ്ങളാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നത് സ്ക്രീനിലൂടെ. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചിത്രങ്ങളിലേക്കാണ് സചിത്ര വാരികകളിലൂടെ, ടാബ്ലോയിഡുകളിലൂടെ, അതുപോലെ തന്നെ പത്രങ്ങളിലൂടെയൊക്കെ അവൻ ദർശിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം ചിത്രങ്ങളാണ്. അവൻ വായിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ്റെ ലൈംഗികമായ തൃഷ്ണയെ ഉത്തേജിപ്പിക്കുന്ന നിലക്കുള്ള കഥകളാണ്, നോവലുകളാണ്. അത്തരത്തിലുള്ള സംസാരങ്ങൾക്കാണ് അവൻ കാതോർക്കുന്നത്. ഇന്നത്തെയൊക്കെ യുഗത്തിൽ പ്രത്യേകിച്ചും വൃത്തികെട്ട വാചകങ്ങൾ മാത്രം പറയാനും അത് കേൾക്കാനും മാത്രമുള്ള സൈറ്റുകൾ, ആ രൂപത്തിലുള്ള വൃത്തികെട്ട രൂപത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും തുറന്നു കിടപ്പുള്ള ഒരു ലോകത്താണ് നമ്മളുള്ളത്. അപ്പൊ ഇതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അവനിൽ ഉണരുന്ന ഈ വൈകാരികമായ അവന്റെ ചിന്തകളെ അടക്കാൻ പിന്നെ അവൻ വ്യഭിചാരത്തിലേക്കോ അല്ലെങ്കിൽ ഈ പ്രവൃത്തിയിലേക്കോ നീങ്ങും. അതിന്ന് ഈ സമൂഹത്തിൽ ഗൗരവത്തോടുകൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഔറത്തുകൾ പ്രകടമാക്കിക്കൊണ്ട് സ്ത്രീകൾ നടക്കുന്ന ഇടങ്ങളിലേക്ക് പോകുന്നു. അത്തരം സ്ഥലങ്ങളിലേക്ക് ആവശ്യങ്ങൾക്കല്ലാതെ പല സ്ഥലങ്ങളും അങ്ങനെയുണ്ടാകും. അത്തരം സ്ഥലങ്ങളിൽ പോയാൽ തനിക്ക് തൻ്റെ ഈമാനിന് കോട്ടം സംഭവിക്കുന്നിടത്ത് നിന്ന് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം അത്തരം സ്ഥലങ്ങളിൽ പോയി ഉടനെ തിരിച്ചു പോരുക എന്നതല്ലാതെ അത്തരത്തിലുള്ള സ്ത്രീകളുടെ അഴിഞ്ഞാട്ടങ്ങളും നടത്തങ്ങളും ധാരാളമായി കണ്ടുവരുന്ന വേദികളിലേക്കും സ്ഥലങ്ങളിലേക്കും പോകാതെ ഒരു വിശ്വാസി പിടിച്ചു നിൽക്കുകയാണ് വേണ്ടത്. കാരണം അത് അവൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണത്തെ താളം തെറ്റിക്കും. അങ്ങനെ അവനിൽ ദുഷിച്ച ചിന്തകൾ ഉണരും. വഴികൾ കാണാതാകുമ്പോൾ അവൻ മറ്റു സംവിധാനങ്ങളിലേക്ക് തിരിയും. അതൊക്കെ ഇത് സമൂഹത്തിൽ നിന്ന് വർദ്ധിക്കുവാൻ കാരണമായിട്ടുണ്ട്. വേറൊരു കാരണമായി തീർന്നത് എന്താണ്? ചില ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ചില ആളുകളുണ്ട്. വെറും പൈശാചികവാദത്തിൻ്റെ ആളുകൾ. ഫ്രോയിഡൊക്കെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഫ്രോയിഡൊക്കെ വലിയ ലൈംഗിക ശാസ്ത്രജ്ഞനായിട്ടാണ് അറിയപ്പെടുന്നത്. അയാളൊക്കെ സമൂഹത്തോട് പറഞ്ഞു ഇതിലൊന്നും ഒരു തകരാറില്ല, ഇതൊക്കെ ജീവിതത്തിൻ്റെ ആവശ്യമാണ്, സ്വയംഭോഗമോ ചെയ്തോളൂ. അവരെ സംബന്ധിച്ചിടത്തോളം സ്വയംഭോഗം മാത്രമല്ല, സ്വവർഗരതി അതൊക്കെ അവരൊക്കെ സമൂഹത്തിനോട് ചെയ്തോളാൻ പറഞ്ഞവരാണ്. അത്തരത്തിലുള്ള ആളുകളൊക്കെ പറയുന്നതാണ് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി. അവരൊക്കെ ബുദ്ധിജീവികളാണ്. ആ ബുദ്ധിജീവികളുടെയൊക്കെ ചില പൈശാചികമായ വാദങ്ങളിലേക്ക് കാതുകൊടുത്ത് അതൊക്കെയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ആവശ്യം എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആളുകൾ, അത്തരത്തിലുള്ള ആളുകളുടെ അംഗീകാരം ഇതിനൊക്കെയുണ്ട് എന്ന പേരിൽ ഇതൊക്കെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്.